ഇരുമ്പിളിയം പഞ്ചായത്തിലെ വെണ്ടല്ലൂർ പാടശേഖരത്തിൽ രാത്രിയുടെ മറവിൽ ലോഡ് കണക്കിന് വർക്ക്ഷോപ്പ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത്. മങ്കേരി വെണ്ടല്ലൂർ തുഞ്ചപ്പാടത്ത് ഇന്ന് രാവിലെയാണ് പാടശേഖരത്തിൽ തള്ളിയ മാലിന്യം നാട്ടുകാർ കണ്ടത്. തുടർന്ന് ഉടൻ തന്നെ ഇരുമ്പിളിയം പഞ്ചായത്തിനെ വിവരമറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇതിനു മുൻപും മങ്കേരി മേഖലയിൽ സമാനമായി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടിയിട്ടും ചെറിയ പിഴ ചുമത്തി വിട്ടയച്ചതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിസ്ഥിതി കുറ്റകൃത്യങ്ങൾ ചെറിയ പിഴയിൽ ഒതുക്കാതെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ വലിയ പിഴ ഈടാക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നിലവിൽ നെൽകൃഷി നടക്കുന്ന പാടശേഖരത്തിലാണ് ഉപയോഗശൂന്യമായ വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. ഇതോടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരം തകരാൻ ഇടയുണ്ടെന്നും കർഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇരുമ്പിളിയം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതാണ്. ആരാണോ ഇത് ഇവിടെ കൊണ്ടുവന്നത് കണ്ടെത്തിയാൽ അവർക്ക് ഒരു ഫൈനൊക്കെ ഈടാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ശക്തമായ നടപടി മുന്നോട്ടുണ്ടാകും. നമ്മുടെ പ്രദേശത്തെ ആളുകൾ ഒന്ന് ജാഗ്രതയായിരിക്കണം. നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രവർത്തനങ്ങളും പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും അതേ രൂപത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇത്ര രൂപത്തിലുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് തള്ളുന്നത് ഒഴിവാക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ട നിയമ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെണ്ടല്ലൂർ മങ്കേരി പാടത്ത് ഇന്നലെ രാത്രി ഏകദേശം ഒരു 2 മണിയോട് കൂടിയായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായത്. ഇവിടുത്തെ ആളുകളൊക്കെ പരാതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ SI അടക്കമുള്ള ആളുകൾ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. ഇതിനു മുമ്പ് മങ്കേരി പ്രദേശത്ത് തട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് AS അടക്കമുള്ള ആളുകൾ ആ വണ്ടി പിടിച്ചെടുക്കുകയും ആ വണ്ടി ഇപ്പോൾ സ്റ്റേഷനിൽ കിടക്കുകയാണ്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വണ്ടി പിടിച്ച് അവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വെണ്ടല്ലൂർ പാടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാലിന്യം കൊടുന്ന് തട്ടി 2 ദിവസം മുന്നേ മങ്കേരിയിലുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ പുറമണ്ണൂർ. പല പ്രദേശത്ത് ഇത് സ്ഥിരമായിട്ട് ജനങ്ങൾക്കും വളരെ പ്രയാസത്തിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ പ്രസിഡന്റ് ഈ ഭരണസമിതി വന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടികൾ പിടിച്ച് ഫൈൻ ഇട്ടിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് നാട്ടുകാർ വിളിച്ചു. നാട്ടുകാരുടെ സഹകരണമുണ്ട്. ഈ സഹകരണം ഇനിയും നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഇതിനെ തുരത്താൻ കഴിയും. അതിന് പത്രക്കാരടക്കമുള്ള ആളുകൾക്ക് നമുക്ക് സപ്പോർട്ട് വേണം. നമ്മളൊരു പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ജനങ്ങളാണ് നമ്മുടെ വിജയം. അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഇപ്പോൾ നമ്മൾ CCTV അടക്കമുള്ള ആളുകൾ നമ്മുടെ വളാഞ്ചേരി SI സന്തോഷ സാർ അടക്കമുള്ള ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CCTV പരിശോധിച്ച് അതിൻ്റെ വണ്ടി നമ്പർ കിട്ടുകയാണെങ്കിൽ ഇന്നെൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവിടുത്തെ പിന്നെ ഒരുപാട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. എന്തായാലും ഇവരെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. പഞ്ചായത്ത് വേറൊരു കാര്യം കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രതിഫലം കൊടുക്കേണ്ട രീതിയിലേക്ക് പഞ്ചായത്ത് അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണസമിതി കൂടിയിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും പഞ്ചായത്ത് കൂടി ആലോചിച്ച് ചെയ്യും. എന്ത് വേസ്റ്റുകളാണ് തട്ടിയുള്ളത്? വേസ്റ്റുകൾ നമ്മളെ ഗ്യാരേജ് വണ്ടികളുടെ ഗ്യാരേജിലുള്ള ഈ മറ്റേ ഷീറ്റ് കുപ്പിച്ചില്ലുകൾ അടക്കമുള്ള നമുക്ക് കുഴിച്ചിട്ടാലൊക്കെ മാരകമായ രോഗങ്ങൾ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇവിടെ തട്ടിയിട്ടുള്ളത്. ഈ വേസ്റ്റ് എന്താക്കാനാണ് തീരുമാനം? ഈ വേസ്റ്റ് ആളുകൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ തിരിച്ചു കോരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് SIയുമായി കൂടി ആലോചിച്ചിട്ട് ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് രജുല നൌഷാദ്, ക്ഷേമകാര്യ ചെയർമാൻ VT അമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിയ ഗോപി, മെമ്പർമാരായ റിയാസ് സിദ്ദിഖ്, ബാവ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജുമോൻ, നന്ദന, കർഷകർ നൌഫൽ P, സിദ്ദിഖ് മങ്കേരി, നിസാറൻ, റസ KP റഫീഖ്, ഇബ്രാഹിം P, റഷീദ് TK എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ പോലീസിനും പഞ്ചായത്തിനുമെതിരെ നാട്ടുകാർ ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത്. ആവർത്തിച്ച് നടക്കുന്ന ഇത്തരം മാലിന്യം തള്ളൽ സംഭവങ്ങൾ തടയാൻ കർശന നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.